ഏറെ നാളുകളായി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിം ലീഗിനെ കുറിച്ചും മുസ്ലിം വിഭാഗത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാ ആനുകൂല്യങ്ങളുമുണ്ട്, അവർക്ക് ചോദിക്കുന്നത് എന്തുമുണ്ട്. അവരോട് ചോദിച്ചിട്ടാണ് കേരളത്തിൻ്റെ ഭരണം തന്നെ മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ് എന്ന് നമുക്കും ശരിവെക്കേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് മുമ്പോട്ട് പോക്ക്. അപ്പോൾ UDF അധികാരത്തിൽ വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും UDFിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെയും കൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകും? അവർ കേരളം മുഴുവൻ തീരെഴുതത്തില്ലേ? കേരളം ആര് ഭരിക്കണം, ആരായിരിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായ അജണ്ട അവർക്കാണുള്ളത്. മുസ്ലിം ലീഗ് തന്നെ ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഉള്ള പല സംഘടനകളെയും ഒന്നിച്ച് ലീഗിൻ്റെ കൊടിക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സമസ്തയായാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും വെൽഫെയർ പാർട്ടി ആയാലും PDP ആയാലും ഒക്കെ തന്നെ SDPI എല്ലാം മുസ്ലിം ലീഗിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത്, ലയിക്കുക എന്നുള്ളതല്ല. അതിനകത്ത് ഇപ്പോൾ സമസ്തയും സാദിഖ് അലി തങ്ങളും ഒക്കെ തമ്മിൽ ചില പോരുകൾ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഓരോരുത്തരും അവരവരുടെ ബലം കാണിച്ചുകൊണ്ടുള്ള നിൽപ്പാണ്. ഇവരെപ്പോഴും ഒരു സംഘടിത ശക്തിയായി മാറാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാരണം കൂടുതൽ വിലപേശലിനുള്ള ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. ഇവരുടെ ഒരു പ്രതീക്ഷ 2026 കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വിലപേശലിനിടയാക്കാൻ കഴിയും എന്നവർ കണക്ക് കൂട്ടുകയാണ്. ഇപ്പോൾ നോക്കിക്കേ, സമസ്ത അതിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് കേരള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. കേരള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തുടങ്ങുന്നത് കന്യാകുമാരിയിൽ നിന്നാണ്. അപ്പോൾ പിന്നെ തമിഴ്നാട്ടിലല്ലേ, അവസാനിക്കുന്നത് മംഗലാപുരത്താണ്, കർണാടകയിലാണ്. കേരളത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കും അവരുടെ ഏരിയ വഴി. അത്തരത്തിലുള്ള ഒരു ഗൂഗിൾ മാപ്പ് ആയിരിക്കും അവരുണ്ടാക്കുന്നത്. അപ്പോൾ 3 സംസ്ഥാനങ്ങളിലൂടെ കടന്നായിരിക്കും പോകുന്നത്. ഇവരൊരു സംഘടിത ശക്തിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഈ പാണക്കാട് സാദിഖ് അലി തങ്ങളും സമസ്തയും ഇതിന് രൂക്ഷമായിട്ട് തർക്കം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കെയാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ യാത്രയും ശ്രദ്ധേയമാകുന്നത്. അപ്പം ഇതിന് സമസ്തയിലെ ലീഗ് അനുകൂല പക്ഷത്തിന്റെ പ്രാതിനിധ്യം നാമമാത്രമാണ് താനും. സമാന്തരമായി SMFന്റെ ബാനറിൽ ലീഗ് പക്ഷം മറ്റു പരിപാടികളും നടത്തുന്നുണ്ട്. സാദിഖ് അലി തങ്ങളെ സമുദായ നേതൃത്വമായി പ്രഖ്യാപിച്ചതാണ് ഈ വിഭാഗത്തിന്റെ നീക്കം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ പതിയിരിക്കുന്ന അപകടം, ഇവരൊരു സംഘടിത ശക്തിയാണ് എന്നും വലിയ ഒരു വോട്ട് ബാങ്ക് ആണ് എന്ന് തെളിയിക്കുക. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഡിമാൻഡ് കൂടുന്നു. LDFനും UDFനും ഒക്കെ തന്നെ ഇവരെ ബാർഗെയിൻ ചെയ്തെടുക്കാം. ബാർഗെയിനിങ്ങിനാണല്ലോ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ ഉൾപ്പെടുന്ന പാർട്ടിക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈർക്കിൽ പാർട്ടികളും ഇപ്പൊ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലേക്ക് 2021 പോയി. ബാർഗെയിനിങ് അല്ലായിരുന്നു അവിടെ? കരാർ ഉറപ്പിച്ചില്ലേ? പക്ഷെ കൂടുതൽ ബാർഗെയിനിങ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയെ പാലയിൽ CPMകാർ തന്നെ തോൽപ്പിച്ചിട്ടത്. അതെല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യം ആണ്. ഇനിയിപ്പോൾ 2026 UDFിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടതായ തിരക്കിട്ട ചർച്ചകളും കരാറുകളും ഒക്കെ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ എവിടെ നിർത്തി മത്സരിപ്പിക്കും, എത്ര സീറ്റ് കൊടുക്കും, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എത്ര മന്ത്രി പദവി കൊടുക്കും, എത്ര ബോർഡിന്റെ സ്ഥാനം കൊടുക്കും, ഇതൊക്കെയാണ് നോക്കുന്നത്. ഇതൊരു വലിയ കച്ചവടമാണ്, വോട്ട് ബാങ്കാണ്.
ക്രൈസ്തവ മേഖലകളിലെ വോട്ടാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. അതാണ് പിണറായി വിജയൻ പിടിച്ചുകൊണ്ട് പോയത്. സെൻട്രൽ ട്രാവൻകൂറിലെ സീറ്റ് പലതും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അവിടങ്ങളിലൊക്കെ തന്നെ നാമമാത്രമായ ചെറിയ ഒരു ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരവും ഉണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ LDFന് കനത്ത തിരിച്ചടി കിട്ടും എന്ന് കേരള കോൺഗ്രസ് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവർ ഇപ്പുറത്തേക്ക് ചാടാൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നോക്കുക, ഇവര് UDFനകത്ത് നിൽക്കുന്ന ലീഗ് ഇവരുടെയൊക്കെ തന്നെ സമസ്തയുടേതായാലും അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുമ്പോൾ ലീഗായിരിക്കും ബാർഗെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ വോട്ട് ബാങ്ക് കാണിച്ചുകൊണ്ടുള്ള ഒരു വിലപേശൽ തന്ത്രം തന്നെ ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ന്യൂനപക്ഷ സമുദായത്തെ കൂടുതലായിട്ട് UDF അടുപ്പിക്കുമ്പോൾ അവർക്ക് പറ്റുന്നത് മറ്റ് ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗം അകന്നു പോകുന്നു. അതേതാണ്ട് കൂടുതൽ അകന്നു കഴിഞ്ഞിരിക്കുകയാണ്. BJPയിലേക്ക് പോയിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് അവിടെ നിൽക്കാൻ സാധ്യതയില്ല. കാരണം 2011, 2016 കാലത്ത് തന്നെ നമുക്കറിയാം, 5ാം മന്ത്രി അത് ഇവരങ്ങ് തീർച്ചപ്പെടുത്തുകയാണ്. 5ാം മന്ത്രി, ഞങ്ങൾക്ക് 5ാമതൊരു മന്ത്രിയുണ്ട്, അത് പാണക്കാട് തങ്ങളങ്ങ് തീർച്ചപ്പെടുത്തുന്നു. ആ പേര് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു, സത്യപ്രതിജ്ഞയും തീർച്ചപ്പെടുത്തുന്നു. ഇതാണ് അത് വലിയ വിവാദമായതാണ്. NSS ആണ് അതിരൂക്ഷമായിട്ട് തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ലീഗിന്റെ അതിശക്തമായിട്ടുള്ള കടന്നുകയറ്റത്തില് വെള്ളാപ്പള്ളിയാണ് ഇടപെടുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, വെള്ളാപ്പള്ളി പിണറായി വിജയന് വേണ്ടിയാണ് ഈ പറയുന്നതെങ്കിലും പറയുന്ന കാര്യം ശരിയാണെന്നുള്ളതാണ്. കാരണം ഇത്തരത്തില് ലീഗിനകത്തൊരു പിളർപ്പുണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ സ്ട്രെങ്ത് കാണിച്ചുകൊണ്ട് കൂടുതൽ വിലപേശാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ലീഗ് ഇപ്പോൾ ചില ഔദാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? 26 അധികാരത്തിൽ വരണം. 26 അധികാരത്തിൽ വരുന്നതിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുകയാണ്. 26 അധികാരത്തിൽ വന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പിന്നെ തീർന്നു. പിന്നെ UDFൽ നിന്ന് കെട്ടുകെട്ടി പുറത്തേക്ക് ഇറങ്ങണം. LDFിലേക്കാണോ പോകേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ ചെന്നാൽ ഈ തരത്തിലുള്ള ബാർഗെയിനിങ് ഒന്നും നടക്കത്തില്ല. കിട്ടിയതും വാങ്ങിച്ച് അവിടെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും പോകാൻ കഴിയില്ല എന്ന് മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ 2026 അധികാരത്തിൽ വരുമെന്നുണ്ടെങ്കിൽ ഇവർ 5 മന്ത്രിയല്ല 6ാം മന്ത്രിയും ഉണ്ടാക്കും, പ്ലസ് ഉപമുഖ്യമന്ത്രി സ്ഥാനവും. ഉപമുഖ്യമന്ത്രി അത് കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളത് കൊണ്ട് ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റ് ഘടകകക്ഷികളെയൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്. ചിലർക്ക് ഇപ്പൊ കോൺഗ്രസിന് ചില സീറ്റുകൾ ഇവരുടെ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാകുകയാണ്. അപ്പോൾ അതിന് പകരം ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള വേറെ ഏതെങ്കിലും സീറ്റ്, അങ്ങനെ അല്ലെങ്കിൽ ഈ ഘടകകക്ഷികൾ വരുന്നവർക്കുണ്ട് അവർക്കും സീറ്റ് കൊടുക്കാനായിട്ട്. അപ്പൊ ലീഗിനും ഒക്കെ ഒരു വലിയ പിന്തുണയും ഒക്കെ ആയിട്ടാണ് സമസ്തയും ഒക്കെ രംഗത്ത് വരുന്നത്. സമസ്ത അവരുടെ ഈ അംഗബലം കാണിച്ചുകൊണ്ട് ഒരു വലിയ വോട്ട് ബാങ്ക് തെളിയിക്കാൻ വേണ്ടിയും വിലപേശലിനുള്ളൊരു തന്ത്രവുമായിട്ടാണ് അവരുടെ ഈ കേരള യാത്രയെ കാണേണ്ടത്.